Dear students, welcome back to microprocessor class. Today we will be discussing about the branch operations or branch instructions in microprocessor. We are already discussing about arithmetic operations, logical operations, and now branch operations. The branch instructions are used to change the normal sequence of execution of instructions. അതായത് ഒരു പ്രോഗ്രാം കൊടുക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ നോർമൽ എക്സിക്യൂഷൻ സീക്വൻസിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ബ്രാഞ്ച് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്രാഞ്ച് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഓപ്പറേഷൻസ് ആവാം, മറ്റൊന്ന് അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ആയിരിക്കും. അതായത് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു ഇൻസ്ട്രക്ഷൻ, അതായത് നോർമൽ കേസിൽ ഇപ്പം ഫോർത്ത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്, ഫിഫ്ത്ത് ഇൻസ്ട്രക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫോർത്ത് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. ഇഫ് ദാറ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ദെൻ എക്സിക്യൂട്ട് ദ സെവൻത്ത് ഇൻസ്ട്രക്ഷൻ, ഓർ ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫാൾസ് ദെൻ എക്സിക്യൂട്ട് ദ ഫിഫ്ത്ത് ഇൻസ്ട്രക്ഷൻ. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ഒരു ജമ്പ് ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൻ്റെ സീക്വൻസ് ചേഞ്ച് ചെയ്തുകൊണ്ട്, അതായത് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ടോ നമുക്ക് എക്സിക്യൂഷൻ സീക്വൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പൊതുവെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസിന് ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ 3 കാറ്റഗറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ജമ്പ് ഇൻസ്ട്രക്ഷൻ. ദെൻ ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോൾ ആൻഡ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ്. Call and return instructions. Then third one എന്ന് പറയുന്നത് restart instructions. അപ്പം 3 കാറ്റഗറി ആയിട്ടാണ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസിൻ്റെ മൈക്രോ പ്രോസസ്സറിൽ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ജമ്പ് ഇൻസ്ട്രക്ഷൻ, സെക്കൻഡ് കോൾ ആൻഡ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ്, ആൻഡ് തേർഡ് വൺ റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇതിൽ ഈ 2 കാറ്റഗറീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ഏത് മാത്രമാണ്, ജമ്പ് ഇൻസ്ട്രക്ഷൻസ്. ഇത് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്താണ് കോൾ ആൻഡ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അത് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, then now we are discussing about the jump instructions. Jump instructions തന്നെ 2 രീതിയിൽ ജമ്പിങ് പറ്റും. ഒന്ന് അൺകണ്ടീഷണൽ ആയിട്ട് ജമ്പ് ചെയ്യാം, അൺകണ്ടീഷണൽ ജമ്പ് ഓപ്പറേഷൻ ഉണ്ട്. ദെൻ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള ജമ്പ് ഓപ്പറേഷൻസ് ഉണ്ട്. അൺകണ്ടീഷണൽ ജമ്പ് ഓപ്പറേഷൻസ് ആൻഡ് കണ്ടീഷണൽ ജമ്പ് ഓപ്പറേഷൻ. ഇവിടെ കണ്ടീഷണൽ ജമ്പ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് ഫ്ലാഗ് രജിസ്റ്റർ. ഒരു പെർട്ടിക്കുലർ ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് അതിനകത്ത് ഏതെങ്കിലും ഇപ്പോൾ 0 ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന ഇൻസ്ട്രക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഇന്ന ഇൻസ്ട്രക്ഷൻ, സൈൻ ഫ്ലാഗ് ആണെങ്കിൽ ഇന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം, കണ്ടീഷണൽ ജമ്പ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുക. അതായത് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രം ചെയ്യണം. അൺകണ്ടീഷണൽ ആണെങ്കിൽ ജസ്റ്റ് ടു ജമ്പ് ടു എ പെർട്ടിക്കുലർ മെമ്മറി അഡ്രസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അവിടെ പെർട്ടിക്കുലർ മെമ്മറി അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എവിടെയാണോ, ഏത് അഡ്രസ്സിലാണോ ഇൻസ്ട്രക്ഷൻ എഴുതിയിരിക്കുന്നത് ആ അഡ്രസ്സിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൺകണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻ. അൺകണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷന് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JMP ആണ്. JMP എന്ന് പറയുന്നത് ഇസ് ആൻ അൺകണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻ. 8085 ഇൻസ്ട്രക്ഷൻ സെറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അൺകണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷനാണ് JMP. ഓപ്പറൻഡ് ഓഫ് ദാറ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് 16-bit അഡ്രസ്. 16-bit അഡ്രസ്സാണ് ഇതിൻ്റെ ഓപ്പറൻഡായിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഓപ്പ് കോഡ് എന്ന് പറയുന്നത് എന്താണ്, JMP, ജമ്പ് എന്നുള്ളതാണ്. ദെൻ ഓപ്പറൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ 16-bit അഡ്രസ്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ 3 byte ഇൻസ്ട്രക്ഷനാണ്.
ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിരുന്നത് ഒരു CMA അല്ലേ. CMA എന്ന് പറയുന്നത് 1 byte ഇൻസ്ട്രക്ഷനാണ്. കാരണം ഓപ്പ് കോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓപ്പറൻഡിനെ സ്പെസിഫൈ ചെയ്യേണ്ട ഓപ്പറൻഡ് എന്തായിരുന്നു, അക്യുമുലേറ്റർ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ഓപ്പ് കോഡ് എന്ന് പറയുന്നത് ജമ്പാണ്, JMP ആണ്. ഇതിന് 1 byte യൂസ് ചെയ്യും. ദെൻ 2 byte ഇൻസ്ട്രക്ഷൻ 2 byte ഫോർ എന്താണ്, അഡ്രസ് സ്പെസിഫിക്കേഷനാണ്. അങ്ങനെ ടോട്ടൽ 3 bytes യൂസ് ചെയ്യും. Okay, the second and third byte, the first byte is used for opcode, and second and third byte is specify the address where to jump. എങ്ങോട്ടാണ് നമുക്ക് ജമ്പ് ചെയ്യേണ്ടതെന്നുള്ള അഡ്രസ്സ് പറയും. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് JMP 2000H എന്ന് പറയുകയാണെങ്കിൽ, JMP 2000H എന്ന് പറയുമ്പം, അപ്പോൾ ഇവിടെ നമുക്ക് JMP എന്നുള്ളതിന് ഈക്വലൻ്റ് ആയിട്ട് പറയുന്നത് C3 എന്നുള്ള മെഷീൻ കോഡാണ്. അപ്പോൾ മെഷീൻ കോഡ് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പ് കോഡാണ് അല്ലേ. ഓപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നത്. ദെൻ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള മെഷീൻ കോഡ് എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ C3 ആണ് JMPയുടെ. ദെൻ നമ്മൾ ഉണ്ടാവുക എങ്ങനെയാണ്, 0020. അതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ്, അതായത് നമ്മൾ എന്താണ് ഇവിടെ ജമ്പ് 2000H എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2000H 2000ൻ്റെ ലോ ഓർഡർ ബൈറ്റ്സ് എന്ന് പറയുന്നത്, അഡ്രസ് ബൈറ്റ്സ് എന്ന് പറയുന്നത് 00 ആണ്, ഹൈ ഓർഡർ 20 ആണ്. അപ്പോൾ ആദ്യം മെഷീൻ കോഡിലേക്ക് വരുമ്പോൾ ഇതിനെ റിവേഴ്സ് ഓർഡറിലാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് JMPയുടെ ഈക്വലൻ്റ് ആയിട്ടുള്ള മെഷീൻ കോഡ്, ദെൻ 00, അതിനുശേഷം എന്ത് പറയുന്നു, 20 എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ എന്ത് കൊടുക്കാം, ഒരു ലാബൽ കൊടുക്കാം. ഞാൻ ഇവിടെ എഴുതാണ് ലാബൽ, then mnemonics, then mnemonics കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് കമൻസ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന്. ഓക്കെ, റൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ദെൻ ലാബിലിനകത്ത് ഇവിടെ ഇപ്പോൾ ലാബിൽ എന്ന് പറയുന്നത് സ്റ്റാർട്ട് എന്നുള്ള ലാബിൽ കൊടുത്തു. ഓക്കെ, ന്യൂമണിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇൻപുട്ട് പോർട്ടിലൂടെ വാല്യൂ റീഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും കമൻറ്റ് എന്ന് പറഞ്ഞാൽ റീഡ് ഇൻപുട്ട് ത്രൂ എ ഇൻപുട്ട് പോർട്ട്. എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉപയോഗിച്ചത് അതാണല്ലോ. അപ്പോൾ 00H എന്ന് പറയുന്ന 00 ആണ് ഇതിൻ്റെ ഇൻപുട്ട് പോർട്ട് അഡ്രസ്സ്. ദെൻ അതിൽ നിന്ന് നമ്മൾ വാല്യൂ റീഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഔട്ട് ദിസ് വാല്യൂ ടു 01H, 01Hനകത്തേക്ക് അത് ഔട്ട് ചെയ്യുന്നു. ടേൺ ഓൺ ദ ഡിവൈസ് അക്കോർഡിംഗ് ടു സ്വിച്ച് പൊസിഷൻ, ഏത് 01H ഏതാണോ അതിനെ ഓൺ ചെയ്തിട്ട് അവിടേക്ക് ഔട്ട്പുട്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ജമ്പ് സ്റ്റാർട്ട്, START, ജമ്പ് സ്റ്റാർട്ട്. അവിടെ ഇത് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റിയിട്ടോ, ജമ്പ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്തു, ഈ സ്റ്റാർട്ടിങ് ഇൻസ്ട്രക്ഷനിലേക്ക്. വീണ്ടും എന്ത് ഓപ്പറേഷൻ ചെയ്യും, റീഡ് ഓപ്പറേഷൻ ചെയ്യും, ഔട്ട് ചെയ്യും. ദെൻ വീണ്ടും എന്ത് ചെയ്യും. അപ്പോൾ ഇത് അൺകണ്ടീഷണലായിട്ട് ഒരു ബാക്ക്വേർഡ് ജമ്പിങ് ആണ് നടന്നത്. ഈ അൺകണ്ടീഷണൽ ബാക്ക്വേർഡ് ജമ്പിങ് എന്ത് ക്രിയേറ്റ് ചെയ്യും, ഇൻഫിനൈറ്റ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഓർക്കുക, അൺകണ്ടീഷണലായിട്ട് നമ്മളൊരു ജമ്പ് ഓപ്പറേഷൻ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ക്രിയേറ്റ് ഇൻഫിനിറ്റ് ലൂപ്പ്. ഫോർവേഡായിട്ടാണ് ഇവിടെ നിന്ന് നമ്മൾ മുമ്പോട്ടേക്കാണ് ജമ്പ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇതെന്താണ്, ബാക്ക്വേർഡാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് വീണ്ടും എന്തിലേക്ക് എത്തും, ഈ ജമ്പ് ഇൻസ്ട്രക്ഷനിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിപ്പോൾ മെമ്മറി വാല്യൂസ് ഇവിടെ അഡ്രസ്സ് കൊടുക്കുകയാണ്, മെഷീൻ കോഡ്, ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ പ്രോഗ്രാമിങ്ങിൻ്റെ ടൈമിൽ പറഞ്ഞുതരാം. അപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ ഞങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നമ്മളൊരു വാല്യൂ ഇൻപുട്ട് ചെയ്തു, അത് ഔട്ട്പുട്ട് ചെയ്യുന്നു. ദെൻ വീണ്ടും ഇൻപുട്ട് ഓപ്പറേഷൻസിനകത്തേക്ക് വരുന്നു, അവിടെ നിന്ന് വാല്യൂ ഔട്ട്പുട്ട് ചെയ്യുക. അപ്പോൾ ഇത് എന്ത് ക്രിയേറ്റ് ചെയ്യും, ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷണൽ ജംപ്സ്. കണ്ടീഷണൽ ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the instruction allows microprocessor to make decision based on certain conditions. ഒരു പെർട്ടിക്കുലർ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, കണ്ടീഷണൽ ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടീഷണൽ ജംപ്സ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുന്നതാണ്. ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും ഉപയോഗിക്കുന്നത്, ഫ്ലാഗ്സിൻ്റെ വാല്യൂ ആണ്.
അപ്പോൾ നമുക്ക് 8085 എന്നുള്ള മൈക്രോ പ്രോസസ്സറിൽ മെയിനായിട്ട് 5 ഫ്ലാഗുകളാണ്, 5 ഫ്ലാഗ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഓക്സിലറി ക്യാരി ഫ്ലാഗ് ഒഴികെ, അതായത് ഓക്സിലറി ക്യാരിയെ നമ്മൾ റിപ്രസെൻ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു, AC വെച്ചിട്ട് അല്ലേ. ഓക്സിലറി ക്യാരി ഫ്ലാഗ് ഒഴികെ ബാക്കി 4 ഫ്ലാഗുകളുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത്. അപ്പോൾ ആ 4 ഫ്ലാഗുകളുടെ വാല്യൂ എന്ന് പറയുന്നത് അതിലെ ഡിസിഷൻ ഒന്ന് ഫ്ലാഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഓർ നോട്ട് ചേഞ്ച്ഡ് ആണോ എന്നുള്ളതിനെ നോക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടീഷണൽ ജംപ്സ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഈ കണ്ടീഷണൽ ജമ്പ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്ലാഗിൻ്റെ വാല്യൂസാണ്. ഈ ഫ്ലാഗ്സ് എന്ന് പറയുന്നത് 5 ഫ്ലാഗ്സാണ് ഉള്ളത് 8085. ആ 5 ഫ്ലാഗിൽ ഓക്സിലറി ക്യാരി ഫ്ലാഗ് ഒഴികെ, ഓക്സിലറി ക്യാരി ഫ്ലാഗ് പൊതുവെ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഇൻറ്റേർണലിയാണ്, ഇൻറ്റേർണൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഓക്സിലറി ക്യാരി ഫ്ലാഗ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഓക്സിലറി ക്യാരി ഫ്ലാഗ് യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ. കാരണം BCD എഡിഷൻ്റെ കേസിലൊക്കെയാണ്, BCD ഫോമാറ്റിലാണല്ലോ നമ്മൾ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ BCD എഡിഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഓക്സിലറി ക്യാരി ഫ്ലാഗിൻ്റെ ആവശ്യം വരുന്നത്, ഇൻറ്റേർണൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള 5 ഫ്ലാഗ്സ്, 5 ഫ്ലാഗ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, 0 ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ് ആൻഡ് ക്യാരി ഫ്ലാഗ്. ഈ 4 ഫ്ലാഗുകളുടെ വാല്യൂ അപ്പം നമുക്കിവിടെ ചെക്ക് ചെയ്യാനുണ്ടാവും എന്താണ്, 0 ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടോ ഓർ നോട്ട് സെറ്റാണോ, അതുപോലെ സൈൻ ഫ്ലാഗ് സെറ്റാണോ നോട്ട് സെറ്റാണോ. ഇങ്ങനെ ഓരോന്നിനും 2 രീതിയിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് ട്രൂ, മറ്റൊന്ന് ഫാൾസ്. അതായത് ദ വാല്യൂ 0 ഫ്ലാഗ് വാല്യൂ ഇസ് ചേഞ്ച്ഡ് ഓർ നോട്ട് ചേഞ്ച്ഡ്, സൈൻ ഫ്ലാഗ് വാല്യൂ ചേഞ്ച്ഡ് ഓർ നോട്ട് ചേഞ്ച്ഡ്. അങ്ങനെ പറഞ്ഞാൽ ഓരോ ഫ്ലാഗിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മെയിനായിട്ട് വരുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്കോഡ്, ദെൻ ഓപ്പറാൻഡ്. ഫസ്റ്റ് ഓപ്കോഡ് എന്ന് പറയുന്നത് JC എന്നുള്ളത് ഇറ്റ്സ് എ 16 ബിറ്റ് ഓപ്പറ. അപ്പോൾ നമുക്ക് ഈ ഓപ്പറൻഡ് എല്ലാത്തിലും എന്താണ് 16 ബിറ്റ്, ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഓപ്പറൻഡും 16 ബിറ്റാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്, ഓപ്കോഡുകളാണ് ഓർത്ത് വയ്ക്കേണ്ടത്. ഓപ്കോഡ് എന്ന് പറഞ്ഞാൽ JC എന്ന് പറഞ്ഞാൽ ഇൻ ദ മീനിങ് ജമ്പ് ഓൺ ക്യാരി. അതായത് ഇഫ് ദ വാല്യൂ ഓഫ് ക്യാരി ഫ്ലാഗ് ഈസ് സെറ്റ്, ഇഫ് ദ റിസൾട്ട് ജനറേറ്റ് എ ക്യാരി ഫ്ലാഗ്, അതായത് CY എന്നുള്ള ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ജമ്പ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ജമ്പ് നമ്മൾ എങ്ങോട്ടേക്കാണോ ജമ്പ് ചെയ്യാൻ പറഞ്ഞത് ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് അത് ജമ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ JNC, അതായത് ഞാൻ പറഞ്ഞല്ലോ ഓരോ ഫ്ലാഗിനും 2 ഓപ്പറേഷൻസ് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇവിടെ JNC എന്ന് പറയുന്നത് 16 ബിറ്റ് ഓപ്പറേഷൻ തന്നെയാണ്. 16 ബിറ്റ് ഓപ്പറൻഡാണ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്, അതായത് 3 ബൈറ്റ് ഓപ്പറേഷൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ JNC എന്ന് പറയുന്നത് ജമ്പ് ഓൺ നോൺ ക്യാരി, അതായത് ക്യാരി ഫ്ലാഗ് എന്താ ആണെങ്കിൽ ക്യാരി ഫ്ലാഗ് ഈക്വൽ ടു 0 ആണെങ്കിൽ ജമ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എന്താണ്, 3 ബൈറ്റ് കോഡാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. 1 ബൈറ്റ് ഫോർ ഓപ്കോഡ് ആൻഡ് 2 ബൈറ്റ്സ് ഫോർ ഓപ്പറാൻഡാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ JZ എന്ന് പറയുന്നത് എന്തിനായിരിക്കും, ജമ്പ് ഓൺ 0 ഫ്ലാഗ്. ദെൻ JNZ ഫോർ ജമ്പ് നോട്ട് ഓൺ, ജമ്പ് നോ ഓൺ എന്താണ്, സോറി ജമ്പ് ഓൺ നോ 0 ഫ്ലാഗ്, ജമ്പ് ഓൺ നോ 0 ഫ്ലാഗ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ JP ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്കോഡ് എന്ന് പറയുന്നത് ഓപ്കോഡ് JP ആണ്. ഓക്കെ, JP ആണ്. ദെൻ ഇതിൻ്റെ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ ജമ്പ് ഓപ്പറേഷൻസിൻ്റെ ഓപ്പറാൻഡ് ഒരു 16 ബിറ്റ് അഡ്രസ് ആയിരിക്കും. ആ 16 ബിറ്റ് പെർട്ടിക്കുലർ അഡ്രസ്സിനകത്തേക്കാണ് നമുക്ക് ജമ്പ് ചെയ്യേണ്ടത്. അപ്പോൾ JP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണ്, മീനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ജമ്പ് ഓൺ പ്ലസ്. ജമ്പ് ഓൺ പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈൻ ഫ്ലാഗിൻ്റെ, അതായത് S ഫ്ലാഗ്, സൈൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ S ഫ്ലാഗ്
ഈക്വൽ ടു 0 ആണെങ്കിൽ ആണ് എന്ത് ചെയ്യുന്നത്, ജമ്പ് ഓൺ പ്ലസ് ചെയ്യുന്നത്. സൈൻ ഫ്ലാഗ് 0 ആവുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡാറ്റ ബിറ്റിനകത്ത് D7th ബിറ്റ്, അതായത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, MSB മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 0 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, സൈൻ ഫ്ലാഗ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ആ സൈൻ ഫ്ലാഗ് 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജമ്പ് ചെയ്യണം. ഓക്കെ, ജമ്പ് പെർട്ടിക്കുലർ അഡ്രസ്സ്, ഒരു പെർട്ടിക്കുലർ അഡ്രസ്സിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ വാല്യൂ, ഡാറ്റ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ D7, ഇതാണ് D7th ബിറ്റ്, ഈ ബിറ്റിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. അതുകൊണ്ട് തന്നെ സൈൻ ഫ്ലാഗിൻ്റെ ബിറ്റും എന്തായിരിക്കും 0 ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഈ D7th വാല്യൂ ഇങ്ങനെയാണെങ്കിൽ 100 00 10 ഇതാണെങ്കിൽ D7th വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ സൈൻ ഫ്ലാഗ് എന്തായിട്ട് സെറ്റ് ചെയ്തു, 1 ആയിട്ട് സെറ്റ് ചെയ്തു. സൈൻ ഫ്ലാഗ് 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ദ വാല്യൂ ഇസ് നെഗറ്റീവ് എന്നാണ് മീനിങ്. ഓക്കെ, അപ്പം നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം, JM എന്നാണ് കൊടുക്കുന്നത്. JM 16 ബിറ്റ്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, ജമ്പ് ഓൺ മൈനസ്, നെഗറ്റീവ് എന്നുള്ളതിന് ഇവിടെ പറയുന്നത് മൈനസ് എന്നാണ്. ഓക്കെ, JP എന്ന് പറഞ്ഞാൽ ജമ്പ് ഓൺ പ്ലസ് ആൻഡ് JM എന്ന് പറയുന്നത് ജമ്പ് ഓൺ മൈനസ്. ദിസ് ടു ജമ്പ് ഇൻസ്ട്രക്ഷൻസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, സൈൻ ഫ്ലാഗിൻ്റെ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ JPയും, സൈൻ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഏത് വാല്യൂ ആയിരിക്കും, ട്രൂ ആണ്, JM എന്നുള്ള ജമ്പ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ സൈൻ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആയിട്ട് ഇപ്പോൾ നമ്മൾ JP 2001H എന്ന് പറയുകയാണെങ്കിൽ സൈൻ ഫ്ലാഗിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ ഒരു ജമ്പ് ഇൻസ്ട്രക്ഷൻ നടക്കില്ല, അതായത് ജമ്പ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ സൈൻ ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ മാത്രമേ ഈ ജമ്പ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യൂ. ഓക്കെ, നെക്സ്റ്റ് 1 എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഏതൊക്കെ ഫ്ലാഗ് കഴിഞ്ഞു, ക്യാരി ഫ്ലാഗ്, JC എന്ന് പറയുന്നത് ക്യാരി ഫ്ലാഗ് ആയിരുന്നു, JNC ക്യാരി ഫ്ലാഗ് നോട്ട് ക്യാരി ഫ്ലാഗ് ആണ്. ദെൻ JZ എന്ന് പറയുന്നത് സീറോ ഫ്ലാഗ്, JNZ നോൺ സീറോ ഫ്ലാഗ്. ദെൻ നെക്സ്റ്റ് 1 JP എന്ന് പറയുന്നത് JP ആൻഡ് JM എന്ന് പറയുന്നത് ഇത് രണ്ടും സൈൻ ഫ്ലാഗ് ആണ്. ഇനി നമുക്ക് വേണ്ട 4th ഫ്ലാഗ് എന്ന് പറയുന്നത് എന്താണ്, ഈസ് പാരിറ്റി ഫ്ലാഗ്. പാരിറ്റി ഫ്ലാഗിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ജമ്പ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ എന്താ കൊടുക്കേണ്ടത്, JPE എന്ന് കൊടുക്കും. അപ്പോൾ JPE ആണെങ്കിൽ JPE 16 ബിറ്റ് തന്നെയാണ് ചെയ്യുന്നത്. JPE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മീനിങ് എന്താണ്, ജമ്പ് ഓൺ ഈവൻ പാരിറ്റി. ഈവൻ പാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൺസ് ഈവൻ ആണെങ്കിൽ പാരിറ്റി ബിറ്റ് എന്തായിരിക്കും, നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വൺസ് പാരിറ്റി ബിറ്റ് നമ്മൾ ഇപ്പോൾ 1 ആയിട്ടാണ് സെറ്റ് ചെയ്തതെങ്കിൽ, പാരിറ്റി ബിറ്റ് 1 ആയിട്ട് സെറ്റ് ചെയ്യുന്ന എപ്പോഴായിരിക്കും, നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ ഈവൻ നമ്പർ ആക്കാനാണ് പിയുടെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈവൻ നമ്പർ ഓഫ് ഈവൻ പാരിറ്റി എന്ന് പറയുന്നത് 1 ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ JPE എന്ന് പറയുന്നത് ജമ്പ് ഓൺ ഈവൻ പാരിറ്റി, അതായത് പാരിറ്റി ബിറ്റ് 1 ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ജമ്പ് ചെയ്യും. The next one JPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പ് ഓൺ ഓഡ് പാരിറ്റി. ഓഡ് പാരിറ്റി ആണെങ്കിൽ, ഓഡ് പാരിറ്റി എന്ന് പറയുമ്പോൾ പിയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. പിയുടെ വാല്യൂ 0 ആണെങ്കിൽ, പാരിറ്റി ബിറ്റ് 0 ആണെങ്കിലാണ് ഓഡ് പാരിറ്റി ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമുക്കൊരു പ്രോഗ്രാം എക്സാമ്പിൾ നോക്കാം. പ്രോഗ്രാം സ്റ്റാർട്ട്, ഇത് ലാബിലാണ്. പ്രോഗ്രാമിനകത്ത് സ്റ്റാർട്ടിൽ കൊടുത്തിരിക്കുന്നത് MVI D9BH. ഓക്കെ, MVI D9BH. ദെൻ നെക്സ്റ്റ് വരുന്നത് അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് MVI E,A7H. ഈ രണ്ട് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് അറിയില്ല, മൂവ് ഇമ്മീഡിയറ്റ്, അതായത് ഈ ഒരു ഡാറ്റ വാല്യൂവിനെ എന്ത് ചെയ്യണം, D എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തേക്ക് മൂവ് ചെയ്യണം. അതുപോലെ A7Hനെ E എന്നുള്ള രജിസ്റ്ററിനകത്തേക്ക് മൂവ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വരുന്നത് മൂവ് A,D. ഇപ്പോൾ ഡിയിലുള്ള വാല്യൂ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം, അക്യുമുലേറ്ററിനകത്തേക്ക് മൂവ് ചെയ്യണം. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ആഡ് E. ആഡ് E എന്ന് പറഞ്ഞാൽ ഇയിലുള്ള കണ്ടന്റ് എന്തിനോട് ആഡ് ചെയ്യും, അക്യുമുലേറ്ററിലുള്ള കണ്ടന്റുമായിട്ട് ആഡ് ചെയ്യും.
ദെൻ അതിന് നമുക്ക് കൊടുക്കുന്നത് എന്താണ്, JNC ഡിസ്പ്ലേ. ഡിസ്പ്ലേ എന്നുള്ള ലേബലിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു. എങ്ങനെയാണെങ്കിൽ നോൺ ക്യാരി NC ആണ് പറഞ്ഞിരിക്കുന്നത്. ക്യാരി വാല്യൂ ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്പ്ലേയിലേക്ക് ജമ്പ് ചെയ്യണം. ക്യാരി വാല്യൂ ഉണ്ടെങ്കിൽ മൂവ് ഇമ്മീഡിയറ്റ് A01H 01 എന്നുള്ള വാല്യൂ എന്ത് ചെയ്യണം, അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസ്പ്ലേനകത്ത് പറയുന്നത് ഔട്ട് 00H അക്യുമുലേറ്ററിലുള്ള വാല്യൂ എന്ത് ചെയ്യണം, 00H എന്നുള്ള പോർട്ടിൽ കൂടെ ഔട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഹോൾട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്, ഏറ്റവും ആദ്യം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഈ ലാബിൽ സ്റ്റാർട്ട് അല്ല കേട്ടോ, നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ എഴുതുന്നത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്, D എന്നുള്ള രജിസ്റ്ററിനകത്തേക്ക് എന്തിൻ്റെ വാല്യൂ 9B എന്നുള്ള വാല്യൂ, ദെൻ E എന്നുള്ള രജിസ്റ്ററിനകത്തേക്ക് എന്തിന് വാല്യൂ E = A7 എന്നുള്ള വാല്യൂ, ദെൻ അടുത്തത് A = എന്ത് കൊടുത്തു, A = D എന്ന് കൊടുത്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, A = A+E എന്ന് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ഒന്നിച്ചൊരു ബോക്സിനകത്ത് കൊടുത്താലും മതി. ഞാൻ ഓരോ സ്റ്റെപ്പിൻ്റെതായിട്ട് വരച്ചുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, JNC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഈസ് ദർ ക്യാരി, ഇവിടെ ഒരു ക്യാരി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. ഈസ് ദർ ക്യാരി എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കുക കേട്ടോ. ഇവിടെ ചോദിക്കുകയാണ് ഈസ് ദ ക്യാരി ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ക്യാരി ഉണ്ടെങ്കിൽ നമ്മളോട് ഈസ് ദ ക്യാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാനുള്ളത്, A = 01H ചെയ്യണം അല്ലെ, മൂവ്. ഈസ് ദ ക്യാരി യെസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, 0 A = 01 എന്ന് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദ ക്യാരി നോ ആണെങ്കിൽ, ക്യാരി ഇല്ല എങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ. എന്താണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്, ഡിസ്പ്ലേ എന്നുള്ളതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഔട്ട് 00H എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഡിസ്പ്ലേയിൽ നമ്മൾ ക്യാരി വാല്യൂ ഇല്ല എങ്കിൽ, നോ ക്യാരി ആണെങ്കിൽ നേരെ ഡിസ്പ്ലേയിലേക്ക് വരാൻ വേണ്ടി പോകണം. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്താണ്, കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ. കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇത് ശരിക്കും സം വാല്യൂ ആണ് അല്ലേ, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ അല്ലേ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സം വാല്യൂ ആണ് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇഫ് ക്യാരി ഉണ്ടെങ്കിൽ എയിലുള്ള വാല്യൂ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, 01 എന്നുള്ള വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്യാരി ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്തായിരിക്കും, ഡിസ്പ്ലേ ചെയ്യുക, ഡിസ്പ്ലേ ഇവിടെ സം അല്ല ഡിസ്പ്ലേ ചെയ്യുന്നത്, 01H എന്നുള്ള വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ദെൻ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ഓക്കെ. അപ്പോൾ ഒന്നുകൂടി നോക്കുക, D എന്നുള്ളതിലേക്ക് 9B എന്നുള്ള വാല്യൂ, ഇയിലേക്ക് A7, ദെൻ Dയിലുള്ള വാല്യൂ അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്തു, ഇയിലെ വാല്യൂ കൂടെ ആഡ് ചെയ്തിട്ട് അക്യുമുലേറ്ററിനകത്തേക്ക് സം സ്റ്റോർ ചെയ്തു. എന്നിട്ട് ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെക്ക് ചെയ്യുന്നു, ഈസ് ദർ എനി ക്യാരി ഉണ്ടോ എന്ന് നോക്കി. ഈസ് ദർ എനി ക്യാരി എന്ന് നോക്കുമ്പോൾ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ സമ്മ ഡിസ്പ്ലേ ചെയ്യും. ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 01 ആയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നമുക്ക് ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും, സം വാല്യൂ കിട്ടും. ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ക്യാരി വാല്യൂ ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് 01 എന്നുള്ള ക്യാരി വാല്യൂ ആണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ജമ്പ് ഇൻസ്ട്രക്ഷൻസ് എല്ലാ ഫ്ലാഗ് ഉപയോഗിച്ചുള്ള ജമ്പ് ഇൻസ്ട്രക്ഷൻസ് പഠിച്ചു. പക്ഷെ ഇതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെ മാത്രമാണ്,
ക്യാരി ഫ്ലാഗിൻ്റെ വാല്യൂ സെറ്റ് ചെയ്തിട്ടുള്ള JC, JNC ആൻഡ് JN ആൻഡ് JNZ 0 ഫ്ലാഗ് ആൻഡ് ക്യാരി ഫ്ലാഗ് ഉപയോഗിച്ചിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് മെയിനായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ജമ്പ് ഓപ്പറേഷൻസ്. ബാക്കി ഇവിടെ ഡിസ്പ്ലേ ചെയ്തേ ഉണ്ട്. ഓക്കെ.